സിറിയയിൽ ഇസ്ലാമിക് സ്റ്റേറ്റ് നിലയുറപ്പിക്കുന്നതിനെക്കുറിച്ച് മുന്നറിയിപ്പുമായി അമേരിക്ക. സിറിയയിൽ അരങ്ങേറുന്ന സംഭവങ്ങളെക്കുറിച്ച് ഇസ്രായേലും കനത്ത ജാഗ്രത പുലർത്തണമെന്ന് US പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ഓസ്റ്റിൻ വ്യക്തമാക്കി. ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സുമായി നടത്തിയ ചർച്ചയിലാണ് മേഖലയിലെ നിലവിലെ സാഹചര്യത്തിൽ ഇസ്രായേലും അമേരിക്കയും കരുതിയിരിക്കണമെന്ന മുന്നറിയിപ്പുമായി അമേരിക്ക ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. അസദ് ഭരണകൂടത്തിനെതിരെ നടന്ന വിമത ഭീകര സംഘങ്ങളുടെ പ്രക്ഷോഭം സിറിയയുടെ പല ഭാഗങ്ങളിൽ നടക്കുന്നതിനിടയിൽ മുൻപ് ക്ഷയിച്ചു പോയിരുന്ന സിറിയയിലെ ഇസ്ലാമിക് സ്റ്റേറ്റ് ഭീകര സംഘടന ഇപ്പോൾ ഒരു തിരിച്ചുവരവ് നടത്തിയിരിക്കുന്നു. വിമതപക്ഷമെന്ന പേരിൽ അസദ് ഭരണത്തിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥരെയും സൈനികരെയും അടക്കം നിരവധി ആളുകളെയാണ് ISIS ഇതുവരെ കൊലപ്പെടുത്തിയത്. ഈ സാഹചര്യത്തിൽ ഇസ്രായേലിന് മുന്നറിയിപ്പ് നൽകുകയാണ് അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ഓസ്റ്റിൻ. സിറിയയിലെ സംഭവ വികാസങ്ങൾ വാഷിംഗ്ടൺ നിരീക്ഷിച്ചു വരികയാണെന്നും സമാധാനപരവും എല്ലാവരെയും ഉൾക്കൊള്ളുകയും ചെയ്യുന്ന ജനാധിപത്യപരമായ ഒരു ഭരണമെങ്കിൽ ആ രാഷ്ട്രീയ പരിവർത്തനത്തെ മാത്രമേ പിന്തുണയ്ക്കൂ എന്നും ഓസ്റ്റിൻ വ്യക്തമാക്കുന്നു. ഇസ്ലാമിക് സ്റ്റേറ്റ് തീവ്രവാദികൾ സിറിയയിൽ സുരക്ഷിത താവളമൊരുക്കുന്നത് തടയാനുള്ള ദൗത്യം അമേരിക്ക തുടരുമെന്നും പ്രതിരോധ സെക്രട്ടറി കൂട്ടിച്ചേർത്തു. സിറിയയിലെ നിലവിലെ സംഭവങ്ങളിലും സിറിയയിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളിലും അമേരിക്കയും ഇസ്രായേലും ഒരുമിച്ചുള്ള കൂടിയാലോചനകളുടെ പ്രാധാന്യം പ്രതിരോധ സെക്രട്ടറി ഓസ്റ്റിൻ ഊന്നിപ്പറഞ്ഞു. സിറിയയിലെ സൈന്യത്തിന്റെ കേന്ദ്രങ്ങളിലേക്ക് ഇസ്രായേൽ 400-ന് മുകളിൽ ആക്രമണങ്ങളാണ് നടത്തിയത്. സൈന്യത്തിന്റെ സൗകര്യങ്ങൾ ഭീകരരുടെ കൈകളിൽ എത്താതിരിക്കാൻ സമയോചിതമായ നടപടിയാണ് ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അസ്ഥിരമായ സൈനിക സംവിധാനം നിലനിൽക്കുന്ന സിറിയയിൽ ഇസ്ലാമിക് സ്റ്റേറ്റ് ശക്തി പ്രാപിക്കുവാനുള്ള സാധ്യതകൾ ഏറെയാണ് കണക്കാക്കപ്പെടുന്നത്.